എല്ലാവർക്കും ഉദയംപേരൂർ വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ഗൗരവമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഉദയംപേരൂർ വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇന്ന് ഉദയംപേരൂരിൻ്റെ കിഴക്ക് പ്രദേശത്തേക്കെല്ലാം വെള്ളം നിറഞ്ഞ് അവിടുത്തെ ബണ്ട് പൊളിച്ചു വിടാത്തത് കൊണ്ട് പല വീടുകളും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ലൈവ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് പുത്തൻകാവ് ഭാഗത്തെ ബണ്ട് പൊളിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നും കൂടി അത് പൊളിച്ചില്ല എങ്കിൽ ഉദയംപേരൂരിലെ കിഴക്ക് പ്രദേശം മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥയിലാണ്. അവിടെ ഇതിൻ്റെ ബൈറ്റ് എടുക്കാനുമായി പല ഇടവഴികളിലെല്ലാം ചെന്നു. പല വീടുകളിലും സന്ദർശിക്കുകയുണ്ടായി. പല മേഖലകളിലും അവരുടെ പൊതുപ്രവർത്തകരുണ്ട്, പല ആളുകളും അവിടെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. എങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല. കാരണം പലരെ മാറ്റി പ്രാർത്ഥിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. വെള്ളം വളരെ അഴുകിയ വെള്ളമാണ് വീടുകളിലേക്ക് കയറുന്നത്. ഓരോ വീടുകളുടെയൊക്കെ അവസ്ഥ വളരെ ദുരിതമായിരിക്കുകയാണ്. പല വീടുകളും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലരും ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ നാട് വിട്ടു പോകുന്ന അവസ്ഥ. ഇവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുവാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുവാനോ ഉള്ളൊരു ശ്രമം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഈ ഒരു വാർത്ത എക്സ്ക്ലൂസീവായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് പല മേഖലകളിലും ഈ വൈദ്യുതി ലൈനൊക്കെ താന്നു കിടക്കുന്നു. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെയൊക്കെ വീടൊക്കെ തന്നെ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഇവിടെ. അങ്ങനെ ഓരോരോ വാർഡ് തലത്തിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴയാണെങ്കിൽ നിൽക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു ഇടപെടൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. പുറത്തേക്ക് പോകാൻ പറ്റില്ല, നീന്തി പോകാൻ പറ്റില്ല, കാലിരിക്കണമല്ലോ. അതുകൊണ്ടാണ് കാല് വീടിനുള്ളിൽ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണിത്. ഇതിനൊരു അറുതി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് അധികാരികൾ അത് ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ. കാരണം നമുക്കറിയാം, ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾ സഹിതമുള്ള ഈ ആളുകൾക്ക് അല്ലെ ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ ദ്രോഹമാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ ബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് ദോഷമല്ലാത്ത തരത്തിൽ ഈ ക്രമാതീതമായ വെള്ളം ഉയരുന്ന സമയത്ത് കുറച്ച് ബണ്ട് പൊട്ടിച്ചു വിട്ടുകൊണ്ട് ഇത് പഴയ അവസ്ഥയിലോട്ട് പുനഃസ്ഥാപിക്കണം. കാരണം ഇന്ന് ലൈൻ കമ്പികളൊക്കെ ഇവിടെ വളരെ കൂടുതൽ ലൈൻ കമ്പികളൊക്കെ ഉണ്ട്. ഈ ലൈൻ കമ്പി ഏതെങ്കിലും ഒന്ന് പൊട്ടി വീണാൽ ഇവിടുത്തെ ജനങ്ങളുടെ അതുപോലെ പക്ഷിമൃഗാദികളുടെയൊക്കെ അവസ്ഥ. അപ്പോൾ ഈ ന്യൂസ് അതിൻ്റെ ഭാഗമായിട്ട് വിളിച്ചു പറഞ്ഞ ഇടത്തെല്ലാം ചെല്ലുകയും നമ്മുടെ ഉദയംപേരൂർ വാർത്തയെ വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഉദയംപേരൂർ വാർത്തയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഉദയംപേരൂരിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പോണ വഴിക്ക് ഒരുപാട് ആളുകളെയൊക്കെ കണ്ടു, അവരോടൊക്കെ ബൈറ്റ് എടുത്തു. പക്ഷേ പൂർണ്ണമായിട്ടൊരു വാർത്ത എടുക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമല്ല ഇന്നിപ്പോൾ ആ മേഖലയിൽ നിലനിൽക്കുന്നത്. കാരണം വെള്ളം കൂടിക്കൊണ്ട് വരികയാണ്. റോഡുകളിൽ വെള്ളം കൂടിയിട്ട് ഇപ്പോൾ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. 8 ദിവസമായി ദുരിതങ്ങളിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിലേക്ക് പഞ്ചായത്ത് അധികൃതരുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തിക്കുകയാണ്. ഇതിന് പെട്ടെന്ന് തന്നെ ഇതിന് ഒരു നടപടി എടുക്കണമെന്ന് ആണ് ഉദയംപേരൂർ വാർത്തയോടുകൂടി പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി.